നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രത്നശാസ്ത്രത്തിൽ നിരവധിയായിട്ടുള്ള വീഡിയോകൾ നാം ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ രത്നങ്ങളെ കുറിച്ച് നല്ല അറിവുകൾ നിങ്ങൾക്കായിട്ട് പകർന്നു നൽകിയിട്ടുമുണ്ട്. ഇന്നത്തെ വീഡിയോ അതേപോലെ തുല്യമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. മുത്ത് അഥവാ മുക്താഫലം എന്നറിയപ്പെടുന്ന നവരത്നങ്ങളിൽ ചന്ദ്രന്റെ രത്നമായിട്ടുള്ള പേളിനെ കുറിച്ചാണ്. പേൾ അഥവാ മുത്ത്, മുക്താഫലം എന്നൊക്കെ അറിയപ്പെടുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു രത്നമാണ്. ഈ രത്നത്തിന്റെ സമ്പൂർണ്ണ അറിവാണ് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. സ്വർഗരാജ്യം വിലയേറിയ മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിളിൽ പ്രതിപാദ്യമുണ്ട്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ്. മഹാവിഷ്ണുവിന്റെ കൗസ്തുഭമണി എന്നറിയപ്പെടുന്നതും മുത്ത് തന്നെയാണ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ആകൃതിയാണ് മുത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒക്കെ പ്രതീകമായി മുത്തിനെ വിലയിരുത്തപ്പെടുന്നു. ചിലർ മുത്തിനെ ദൈവത്തിന്റെ കണ്ണീരായി പ്രതിപാദിക്കുന്നു. ചോതി നക്ഷത്രത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ മുത്തുച്ചിപ്പിക്കുള്ളിൽ എത്തിക്കൊണ്ട് അത് മുത്താക്കി രൂപപ്പെടുത്തുന്നു എന്നാണ്. ഇത് ചിലപ്പോൾ കവി ഭാവനയാകാം. എല്ലാ രാജ്യത്തും മുത്തിനെ കുറിച്ച് വളരെയേറെ അറിവുകൾ ഉണ്ടായിരുന്നു. മുത്ത് അവർ വിലയേറിയ ഒരു ആഭരണമായിട്ട് തന്നെയായിരുന്നു കരുതപ്പെട്ടിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോ എന്ന സഞ്ചാര സാഹിത്യകാരന്റെ ഗ്രന്ഥത്തിൽ മലബാറിലെ രാജാക്കന്മാരുടെ മുത്ത്, മാണിക്യം എന്നീ രത്നങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങളെ കുറിച്ചും അവരുടെ കൈവശമുള്ള രത്നങ്ങളെ കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പണ്ട് സൂര്യചന്ദ്രന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് 108 മുത്തുകൾ കോർത്ത മാല ഉപയോഗിച്ചതായിട്ട് പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ ആൾക്കാർ മുത്തുമാലകൾ ധാരാളമായി ധരിച്ചിരുന്നു. മുത്തുമാലകൾ വിലപ്പെട്ട അമൂല്യ സമ്മാനമായി മറ്റുള്ളവർക്ക് നൽകിയിരുന്നു. ഇന്ന് മുത്തിന്റെ ധാരാളം കൃത്രിമമായിട്ടുള്ള രത്നങ്ങൾ ലഭിക്കുന്നുണ്ട്. മുത്തുകൾ 2 ജാതിയിൽപ്പെടുന്നുണ്ട്, 2 തരത്തിലുണ്ട് എന്ന് പറയാം. ജലജം എന്നും സ്ഥലജം എന്നും അതിനെ നമുക്ക് പറയാം. ചിപ്പിയിൽ നിന്നും ശംഖിൽ നിന്നും ഒക്കെ കിട്ടുന്ന മുത്തുകളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഗുണഫലങ്ങൾ അതിനാണ് ഏറിയിരിക്കുന്നത്. ഇത് ദുർലഭവും വളരെ വിലയേറിയതുമാണ്. അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ മുത്തുകൾക്ക് പുറകെ പോകാതെ വില കൂടിയ മുത്തുകൾ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുക. നാച്ചുറൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വസനീയമായിട്ടുള്ള ലബോറട്ടറി സർട്ടിഫിക്കറ്റോടുകൂടി കിട്ടുന്ന മുത്തുകൾ മാത്രം വാങ്ങി ധരിക്കുക. ചന്ദ്രരത്നം, ശശിരത്നം, ശശിപ്രിയ എന്നീ പേരുകളിലും മുത്ത് അറിയപ്പെടുന്നുണ്ട്. മുത്ത് അഥവാ മുക്താഫലം എന്ന് സംസ്കൃതത്തിൽ പറയും. ഇതിന് ഹിന്ദിയിൽ മോത്തി എന്നാണ് അറിയപ്പെടുന്നത്. 10-ാം നൂറ്റാണ്ട് മുതൽ ഗ്രീക്കുകാർ വിവാഹ സമ്മാനമായിട്ട് ഈ മുത്ത് നൽകിയിരുന്നു. ജീവിതം മംഗളകരമാകുന്നതിന് വേണ്ടിയാണ് അവർ മുത്തുകൾ സമ്മാനമായി സമർപ്പിച്ചിരുന്നത്. രാജാക്കന്മാർ തങ്ങളുടെ പ്രേമത്തിനും അംഗീകാരത്തിനും രാജ്ഞികൾക്ക് മറ്റും ഉപഹാരമായിട്ട് മുത്തുമാലകൾ സമ്മാനിച്ചിരുന്നു. സൂര്യൻ രാജാവാണ്, അതേപോലെ തന്നെ രാജ്ഞിയായിട്ട് ചന്ദ്രനെ കണക്കാക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയുമാണ്. അതുകൊണ്ട് തന്നെ നവരത്നങ്ങളിലും എല്ലാ രത്നങ്ങളിലും വെച്ച് മുത്തിനെ രത്നങ്ങളുടെ രാജ്ഞിയായിട്ട് സങ്കല്പിക്കുന്നു. മൊളാക്സ് എന്ന സമുദ്രജീവിയിൽ നിന്നാണ് മുത്ത് ലഭിക്കുന്നത്. നമ്മൾ അതിനെ മുത്തുച്ചിപ്പി എന്ന് പറയും. ചിപ്പികൾക്കകത്താണ് ഈ ജീവികളുടെ ജീവിതം. ചിപ്പിക്കുള്ളിൽ ചെറു പ്രാണികൾ, മണൽത്തരികൾ എന്നിവ കടന്നുകൂടാറുണ്ട്. അങ്ങനെ കടന്നുകൂടുന്നവയെ ഈ ജീവികൾ പുറന്തള്ളാൻ ശ്രമിക്കും. സ്വന്തം ഉമിനീരുകൊണ്ട് അതിനെ ആവരണം ചെയ്ത് ഇത് പുറന്തള്ളാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെ ഇതിനെ നശിപ്പിക്കാനുള്ള പ്രക്രിയ വർഷങ്ങളോളം നീളുമ്പോൾ അതിന് ഒരാകൃതി ഉണ്ടാകുകയും അത് മുത്തായി രൂപപ്പെടുകയും ചെയ്യുന്നു. മുത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ്. ശ്രീലങ്ക, ബംഗാൾ ഉൾക്കടൽ, മെക്സിക്കോ, വെനിസ്വേല, ആസ്ട്രേലിയ എന്നിവിടങ്ങളിലെ സമുദ്രങ്ങളിൽ മുത്തുകൾ ധാരാളമായി കാണപ്പെടുന്നു. ഇപ്പോൾ പലതും കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്നവയാണ്. മുത്തുകളെ നമുക്ക് അങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. നാച്ചുറൽ പേൾ, രണ്ടാമതായിട്ട് കൾച്ചേർഡ് പേൾ, അത് കൃത്രിമമായിട്ട് മുത്തുച്ചിപ്പിയെ വളർത്തിയെടുത്തതിന് ശേഷം അതിൽ രത്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് കൾച്ചേർഡ് പേൾ എന്ന് പറയുന്നത്. 3ാമത്തെ വിഭാഗമാണ് സിന്തറ്റിക് എന്നുള്ളത്. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെടുന്നതാണ്. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള മുത്താണ് ഏറ്റവും ഉത്തമം. ശരിയായിട്ടുള്ള മുത്തിന് ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ള നല്ല ആകൃതി എല്ലാത്തിനും കാണണമെന്നില്ല. മുത്തുച്ചിപ്പികളുടെ ശരീരത്തിൽ അഥവാ ഗർഭത്തിൽ ചില പദാർത്ഥങ്ങൾ കടത്തിവിട്ടുകൊണ്ട് അങ്ങനെ മുത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് കൾച്ചേർഡ് പേൾ. അവയും ഗുണമുള്ളത് തന്നെയാണെങ്കിലും നാച്ചുറൽ മുത്തിന്റെ അത്രയും ഗുണം അതിന് ലഭിക്കാറില്ല. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട്
മുത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യ പദാർത്ഥങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതിനാണ് സിന്തറ്റിക് പേൾ എന്ന് പറയുന്നത്. അതിന് ഗുണഫലങ്ങൾ ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ട് വളർന്നുണ്ടാകുന്നതിനാണ് ഗുണങ്ങൾ ഉണ്ടാകുക. നല്ല മുത്ത് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചന്ദ്രകാന്തം എന്ന രത്നം ധരിക്കാവുന്നതാണ്. മുത്ത് ധരിക്കുന്നത് വളരെയേറെ പ്രയോജനകരമാണ്. അതിന്റെ കാര്യങ്ങളും മറ്റും നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. മുത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ എല്ലാ ലാബുകളിലും പറ്റണമെന്നില്ല. മറ്റെല്ലാ രത്നങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിൽ പോലും മുത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. മനസ്സിന്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ മുത്ത് ധരിക്കുന്നത് മനസ്സിനെ ബലപ്പെടുത്തും. വിവാഹ ജീവിതം സന്തോഷപ്രദമാക്കാനും വിവാഹ കാലതാമസം ഒഴിവാക്കാനും കുടുംബജീവിതം മെച്ചപ്പെടുത്താനും മുത്ത് ധരിക്കാവുന്നതാണ്. കൂടാതെ പ്രണയ സാഫല്യത്തിന്, അമ്മയുടെ ആരോഗ്യം വർദ്ധിക്കാൻ, ധനം, പ്രശസ്തി, വീട്, വാഹനം എന്നിവയൊക്കെ ലഭിക്കാൻ ഇവയ്ക്കൊക്കെ മുത്ത് ധാരണം ഗുണപ്രദമാണ്. മുത്ത് ധരിക്കുന്നതിലൂടെ നല്ല ഉറക്കം ലഭിക്കുന്നതാണ്. ടിഷ്യൂ പ്രശ്നങ്ങൾ, ആസ്മ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ, ചുമ, ജലദോഷം എന്നീ രോഗങ്ങൾക്കും മുത്ത് ധാരണം ആശ്വാസകരമാണ്. ബിസിനസ് ചെയ്യുന്നവർ, എഞ്ചിനീയർമാർ, ലോഹങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരും ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മുത്ത് ധാരണം ഗുണപ്രദമാണ്. ഉപരത്നങ്ങളായി ചന്ദ്രകാന്തം, വെള്ള ഓപ്പൽ, റോക്ക് ക്രിസ്റ്റൽ ഇവയൊക്കെ ഉണ്ട്. എന്നാൽ ചന്ദ്രകാന്തത്തിന് ഏറ്റവും ഗുണമുണ്ട്. രത്നങ്ങളിൽ ഏതു രത്നവും ജ്യോതിഷപ്രകാരം മാത്രമേ ധരിക്കാവുള്ളൂ. ജാതകം പരിശോധിച്ച് അനുയോജ്യമാണെങ്കിൽ മാത്രമേ രത്നങ്ങൾ ധരിക്കാവൂ. അതേപോലെ തന്നെ മുത്തും അപ്രകാരം മാത്രം ധരിക്കുക. കർക്കിടകക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും മുത്ത് ധരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ മേടക്കൂറുകാർക്കും മറ്റെല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എങ്കിൽ മുത്ത് ധരിക്കാവുന്നതാണ്. അതായത് നക്ഷത്രം, ജനിച്ച തീയതി, മാസം ഇവയെല്ലാം പരിശോധിച്ചിട്ട് എല്ലാം കൊണ്ടും അനുയോജ്യമാണെങ്കിൽ മേടക്കൂറുകാർക്കും ധരിക്കാം. വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയുടെ സഹായത്തോടു കൂടി മാത്രമേ രത്നം തിരഞ്ഞെടുക്കാവൂ, അത് മുത്താണെങ്കിലും. ചന്ദ്രൻ പൊതുവെ ആർക്കും ഉപദ്രവം ചെയ്യുന്ന ഗ്രഹമല്ല, ശത്രുക്കളില്ലാത്ത ഗ്രഹമാണ്. എന്നിരുന്നാലും മുത്ത് ധരിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം ധരിക്കുക. അതായത് ജാതകം അനുകൂലമാണെങ്കിൽ മാത്രം ധരിക്കുക. മാനസികമായി പ്രശ്നങ്ങളുള്ളവർക്കും മുത്ത് ധരിക്കുന്നത് വളരെയേറെ ഗുണപ്രദമായിട്ട് പറയുന്നുണ്ട്. ദീർഘായുസ്സും മനസ്സുഖവും പ്രശസ്തിയും മുത്ത് ധാരണം നൽകും. മുത്ത് നാം സാധാരണയായി കാണുന്ന നിറത്തിൽ മാത്രമല്ല, വെളുപ്പ്, മഞ്ഞ, കറുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വെള്ളയും ചുവപ്പുമാണ്. മുത്ത് ധരിക്കുന്നതിലൂടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയും വീട്, വാഹനം, ഭൂമി എന്നിവയുടെ ലാഭവും ലഭിക്കുന്നതാണ്. ശീതളവും നിർമ്മലവുമാണ് മുത്തുകൾ എന്ന് ബൃഹത് സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. സിംഹളം, പാലൗകികം, സൗരാഷ്ട്രം, താമ്രവർണ്ണി, പാരശവം, കൗബേരം, പാണ്യവാടകം, ഹൈമം എന്നിങ്ങനെ 8 സ്ഥലങ്ങളിൽ മുത്തിന്റെ ഖനനമുണ്ട് എന്ന് നമ്മളുടെ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വിവിധ തരത്തിലുള്ള ദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പ്രയോഗങ്ങൾ. ആ ദേശങ്ങളിലൊക്കെ ഓരോ തരത്തിലാണ് മുത്തിന്റെ നിറവും ഉള്ളത്. നല്ല തേജസ്സോടെ വെളുത്ത് വളരെ കനമുള്ളത് പാരശവം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുത്തിനെ പ്രതിദാനം ചെയ്യുന്ന പ്രയോഗമാണ്. തൈരിന്റെ കാന്തി ഉള്ളത് ഹൈമദേശത്തും, കറുത്ത നിറമോ വെള്ളയോ ഉള്ളത് കൗബേര ദേശത്തും, വേപ്പിന്റെ അരി പോലുള്ളത് പാണ്ഡ്യദേശത്തും ഉണ്ടാകുന്നു എന്നാണ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ അഗശിയുടെ പൂ പോലെ ശ്യാമവർണ്ണമായിട്ടുള്ള മുത്ത് വിഷ്ണു ദൈവതവും, ചന്ദ്രനോട് തുല്യമായത് ഇന്ദ്രദൈവതവും, അരിതാരം പോലെ ഇരിക്കുന്നത് വരുണ ദൈവതവും, കറുത്ത നിറമുള്ളവ യമദൈവതവുമാണ്. ഇതുപോലെ അനേകതരം മുത്തുകളെ കുറിച്ച്, മുത്തിന്റെ വിഭജനങ്ങളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും വരാഹ മിഹിരാചാര്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുരാതന ഭാരതത്തിൽ ഇതിനെ കുറിച്ച് എത്രമാത്രം പഠനം നടത്തിയിരുന്നു എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രത്നങ്ങളുടെ ധാരണം ഭാരതീയ ശാസ്ത്രപ്രകാരം മാത്രമായിരിക്കണം. ഇന്ന് സംഖ്യാശാസ്ത്രപ്രകാരവും നക്ഷത്രപ്രകാരവും അപൂർവം ചില വ്യക്തികൾ ഹസ്തരേഖ അനുസരിച്ചുമൊക്കെ രത്നങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വെറും കച്ചവടം മാത്രമാണ്. നല്ല ഭാരതീയ ജ്യോതിഷത്തിൽ അറിവുള്ള വ്യക്തികൾ നിർദ്ദേശിക്കുന്ന രത്നങ്ങൾ മാത്രം ധരിക്കുക. അതും നല്ല
റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നത് മാത്രം. വരാഹ സംഹിതകളിലൊക്കെ മുത്തിനെ കുറിച്ചും മറ്റ് രത്നങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും വളരെ പഠനം നടത്തിയ കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വീഡിയോയ്ക്ക് ദൈർഘ്യമാകുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. നിരവധി അറിവുകൾ ഈ രത്നങ്ങളെ കുറിച്ച് നമ്മളുടെ വരാഹ മിഹിരാചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുളയിൽ നിന്നുണ്ടാകുന്ന മുത്ത് കർപ്പൂരത്തിന്റെയും സ്ഫടികത്തിന്റെയും കാന്തിയോടുകൂടിയും ശംഖിൽ നിന്നുണ്ടാകുന്നത് ചന്ദ്രനെ പോലെ പ്രകാശമുള്ളതുമായിരിക്കും എന്നാണ്. ഇങ്ങനെ ലഭിക്കുന്ന മുത്തുകൾ ക്ഷതമേൽക്കാത്തവയായിരിക്കും. ഇത് ദുർലഭമായതുകൊണ്ട് തന്നെ വിലയും ഏറിയിരിക്കും. ദേവന്മാർ മുത്തുമാലകൾ ധരിച്ചിരുന്നു. അതിന് ഇന്ദ്രശരും എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. 1008 ഇഴയും 4 കോൽ നീളവും ആ മാലകൾക്കുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇഴയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ട് ദേവശ്വരും ഹാരം, അർദ്ധഹാരം തുടങ്ങിയ പേരുകളിൽ മുത്തുമാലകളെ പ്രതിപാദിച്ചിരുന്നു. നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് മുത്ത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. മോതിരമാക്കി മുത്ത് ധരിക്കാവുന്നതാണ്. മോതിരമാക്കി ധരിക്കുമ്പോൾ വെള്ളിയിൽ ധരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ചെറുവിരലിലോ ആവശ്യമെങ്കിൽ മോതിരവിരലിലോ മുത്ത് ധരിക്കാം. അത് വലത് കൈയെന്നോ ഇടത് കൈയെന്നോ നോക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് നല്ല മുത്തുകൾ നല്ല മാലയായിട്ട് ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതകപ്രകാരം അനുവദിക്കുമെങ്കിൽ അത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. തിങ്കളാഴ്ച ദിവസം ആദ്യത്തെ കാലഹോരയിലാണ് മുത്ത് ധരിക്കേണ്ടത്, ആദ്യമായിട്ട് ധരിക്കേണ്ടത്. അങ്ങനെ ധരിക്കുമ്പോൾ ചന്ദ്ര ശ്ലോകം ചെല്ലുന്നത് ഗുണമായിരിക്കും. രതീശങ്ക തുഷാരഭം ക്ഷീരോദ്ധാരണവും സംഭവം നമാമി ശശനം സോമം ശംഭോർ മകുടഭൂഷണം എന്നാണ്. കൂടാതെ ദുർഗാദേവിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം ഹ്രീം ദും ദുർഗായ നമ എന്ന മന്ത്രവും ജപിക്കാം. സാധാരണയായി ചന്ദ്രന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മുത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ധരിക്കാം. രതീശങ്ക തുഷാരഭം ക്ഷീരോദ്ധാരണവ സംഭവം നമാമി ശശനം സോമം ശംഭോർ മകുടഭൂഷണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറ്റു രത്നങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഇതുപോലെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.